കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോണം, യാത്ര പറയണമെങ്കിൽ പറഞ്ഞോണം, പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി ആണുങ്ങൾ ഒരു ഖബറും കുഴിച്ചിട്ടോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഫർദ് എഴുന്നേക്ക് ബിസ്മില്ലാ. താത്താമാരൊക്കെ എഴുന്നേക്ക്. പള്ളിക്കുഴി പോകുന്ന അടയാളം കേൾക്കുമ്പോൾ എന്തിനാ ഇരിക്കണം? എല്ലാ താത്താമാരും എഴുന്നേക്ക്. എല്ലാത്തിനും വയ്യ. 500 1000 മാറാൻ ഒന്നാം സഫിലുണ്ടായിരുന്നു. ഒരസുഖം ആർക്കും ഇല്ല അല്ലേ? 500 1000 മാറിയപ്പോൾ ആധാരം പിടിച്ചോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നു? ഒരു വേദനയില്ല. കാരണം മാറാനുള്ള തിരക്കായിരുന്നു. എഴുന്നേക്ക് ബിസ്മില്ലാ. പള്ളിക്കുഴി പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടിരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ അടയാളം എന്താ? നേരെ നിൽക്കുവാപ്പാ, എല്ലാം നിന്നോ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അടയാളം ബയാലു ശഅരിക ബഅദ സവാദിഹി. തലയിലൊക്കെ നോക്കണം. താടി ഉണ്ടെങ്കിൽ അതിൽ കൂടെ നോക്കിക്കോ. ഈ താത്താമാരൊക്കെ തലയിലെ മുടിക്ക് നോക്കിക്കോ. നിങ്ങളുടെ എല്ലാവരുടെയും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ പോക്കിന്റെ സമയം അടുത്തു, തയ്യാറായിക്കോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിനാ റസൂലുള്ളാഹി. ഒരൊറ്റ മുടി നരച്ചിട്ടുണ്ടോ കാക്ക? പള്ളിപ്പറമ്പിൽ പോയി ഒരു കുഴി വെട്ടിട്ടിയോ, നാളെ പോയി കഫൻ തുണിയും വാങ്ങിച്ചോ, നിന്നെ കൊണ്ടുപോകാൻ അസ്റായിൽ വരാൻ സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനായില്ലേ? എല്ലാത്തിന്റെയും മുടി നരച്ചില്ലേ വാപ്പ? ഒരെണ്ണമല്ല. ഇനി കറുത്തത് വല്ലതും ഉണ്ടോ നോക്കണം. ഞാൻ പുറകോട്ടങ്ങ് നോക്കണില്ല. അത്തീവ് ഉസ്താദ് രക്ഷപ്പെട്ടെന്ന് തോന്നില്ലേ അല്ലേ? വടിച്ചാലും പെയിന്റ് അടിച്ചാലും പിടിത് കളഞ്ഞാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാണ്. അടയാളം തന്നെയാ. നല്ലതുപോലെ തിരയണം താത്താമാരെ കേട്ടാ. പോയിട്ട് നല്ലതുപോലെ നോക്കിക്കോ. ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. സമാധാനായില്ലേ? ഏകദേശം. ഇനിയിപ്പോ കുറച്ചു പേരുണ്ട്. രണ്ടാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കാത്തവൻ സന്തോഷിക്കേണ്ട. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ക്യാൻസർ വേണമെന്നൊന്നുമില്ല കേട്ടാ. നിത്യമായിട്ടൊരു തലവേദനയാണെങ്കിൽ അത് മതി. എങ്ങനെ രക്ഷപ്പെടുന്നില്ല? ഒരു തലവേദനയെങ്കിലും ഒരു തലവേദന. നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തെ അടയാളം, പഴയ ആരോഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? ഓടാനും ചാടാനൊക്കെ പറ്റുമോ? ഒന്ന് ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുക. ഒരു 10 മിനിറ്റ് നിന്നാ വേദന തുടങ്ങി. പള്ളിയിൽ പോയിട്ട് കസേരയിൽ ഇരുന്നിട്ട് നിസ്കാരം. കസേര നിസ്കാരം. ഇപ്പം പണ്ട് കസേര കളി ഉള്ളത് പോലെ ഇപ്പൊ കസേര നിസ്കാരമാ. പള്ളിയിലെ കല്യാണ വീട്ടില് മരണ വീട്ടിൽ ഇട്ടിരിക്കണ പോലെ കസേര. പള്ളിയുടെ ശാപമായിട്ടാ കസേര. കത്തിച്ചു കളയണം. 500ന്റെ നോട്ട് 1000 2000ന്റെ നോട്ടിട്ടെടുക്കാൻ പറഞ്ഞ കമന്ന് വീഴും. കസേര ഇരുന്നിട്ട് സുജൂദിക്കുക ഇല്ല അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വേദന. ജോയിന്റുകൾക്കൊക്കെ വേദന. തൊലിയൊക്കെ ചുളുങ്ങി. ഇതിലെ കൂടെ നെഞ്ചും വെളുപ്പിച്ച് നെഞ്ചും വിരിച്ച് നടന്നവന്മാരൊക്കെ വളഞ്ഞു തുടങ്ങി. അത് പള്ളിക്കുടി നിന്നെ കൊണ്ടുപോകാൻ പോയതിന്റെ സമയം അടുത്തതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മൂന്നും ഇല്ലേ വാപ്പ നിങ്ങൾക്ക്? ഈ 3 അടയാളവും നിങ്ങളിൽ പലർക്കും ഇല്ലേ? ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് മുതൽ ഒരുങ്ങിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഇരിക്കും സമാധാനത്തോടെ. അൽഹംദുലില്ലാ. ഇപ്പോഴാ മുഖത്തൊക്കെ ഒരു സന്തോഷമായത്. നിങ്ങൾ ഇരിക്കുമ്പോ 4 പേര് എന്തിനാ നിക്കണേ? ഇരുന്നോപ്പാ. സംഘാടകരുള്ള കസേര പറക്കിയിട്ട് കൂടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലര് ചിരിക്കുന്നു. ഉസ്താദെ മുടിയും നരച്ചില്ല, ഒരു തലവേദന പോലും ഇല്ല, എന്റെ ഗ്ലാമറിന് ഒരു കുഴപ്പമില്ല. എടാ, ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുണ്ട്, അങ്ങനെ കാര്യമുണ്ട്. ഇത് വേണോന്ന് യാതൊരു മുടി നരച്ചവര് മാത്രമേ മരിക്കുന്നില്ല. ഒരടയാളവും വേണ്ട. ബൈക്ക് എടുത്തിട്ട് പാഞ്ഞതാ, ഇപ്പൊ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ വീടുകൾ അല്ലാഹുവേ, നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് അറിയൂല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് പരിചയമില്ല. നമ്മുടെ വീടിന്റെ അകത്താണെങ്കിൽ ശൈത്താനും അവന്റെ മക്കളും വാടക തരാതെ താമസിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ശൈത്താനിനെയും അവന്റെ മക്കളെയും ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിൽ
സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീടുകൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്റെ വീട് അറിയണമെന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ വീട് നല്ല പരിചയമാ. നിന്റെ വീടുകൾ അള്ളാഹുവേ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിന്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ കിടന്നു വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ചില വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനമേതെന്നറിയുമോ? ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണ്? മലക്കുകൾ കാണുന്നതിന് വേണ്ടി വരി വരിയായി ഇറങ്ങി വരുന്ന ഭവനമേതാണ്? മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന, മലക്കുകൾ വന്ന് ദുആ ചെയ്യുന്ന ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് മലക്കുകൾക്ക് പരിചയമുള്ള അതാ മലക്കുകൾ അവിടുന്ന് വീട് തേടിയിട്ട് ഇറങ്ങി വരുന്ന ഭൂമിയിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 5 വീടുകളാണ്, 5 വീടുകളാണ് പ്രകാശിക്കുന്നത്. ഈ നാട്ടിലെ 5 വീടുകൾ ഈ നാട്ടുകാർക്കറിയില്ലെങ്കിലും മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ തുടങ്ങുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് പരിചയമുള്ള 5 വീടുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ വീടാ വീട്ടിലുണ്ടോ? ആ ലിസ്റ്റിൽ നിങ്ങളുടെ വീടുണ്ടോ? മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാണോ? ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള വീടാണോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഭവനമേതെന്നറിയുമോ? ഈ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. പടച്ചവനെ, ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. മുത്തുനബിയുടെ മസ്ജിദുൻ നബവി ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 50,000 പ്രതിഫലം. ആ മസ്ജിദുൻ നബവിയാകട്ടെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് 25,000 റക്അത്തിന്റെ പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ തക്കാവാകട്ടെ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ സർവ്വ പള്ളികളും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്, ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്. വെറുതെയല്ല പോകുന്നത്, വെറുതെയല്ല പോകുന്നത്. ഈ പള്ളി നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ 5 വിഭാഗം ആൾക്കാർ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ ഈ പള്ളി പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ നാട്ടുകാരായ 5 ആൾക്കാരുണ്ടല്ലോ, ഈ നാട്ടിലെ 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പള്ളിക്കകത്തിരുന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഇവർക്ക് നൽകണേ അല്ലാ. ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാ, അല്ലാഹുവിന്റെ വീടാണ്. ഈ വീടുകൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീടായ ഈ പള്ളിയുണ്ടല്ലോ, ഇത് അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദരാ? ഈ AC വെച്ചിട്ടല്ല, കളറുന്ന വലിയ വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീട് എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ വീട് അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അത് ഇബാദത്ത് ചെയ്തിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വീട് അലങ്കരിക്കേണ്ടത് ഇബാദത്തുകൾ കൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ നാട്ടിലെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വീടേതെന്നറിയുമോ?
എല്ലാ ദിവസവും 5 നേരം ഈ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ പരിസരത്തുള്ള ഏത് വീടിന്റെ അകത്താണോ നമസ്കാരം നടക്കുന്നത്, ഏത് വീടിന്റെ അകത്താണോ നിസ്കരിക്കുന്നത്, ആ വീട് മലക്കിന് നല്ല പരിചയമുള്ള വീടാ, ആ വീട് മലക്കുകൾ തേടി വരുന്ന വീടാ, ആ വീടാണ് പ്രകാശിക്കുന്നത്, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ഒത്തൊരുമയുള്ളത്, അവിടെയാണ് തിന്നാൽ വയറ് നിറയുന്നത്, അവിടെയാണ് ഭാര്യയുടെ കൂടെ കിടന്ന തൃപ്തിപ്പെടുന്നത്, അവിടത്തെ മക്കളെ നോക്കിയാലാണ് കണ്ണിന് കുളിർമയുള്ളത്, അവിടെയാണ് സന്തോഷവും സമാധാനവും ഉള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. മലക്കുകൾ കാണാൻ ഇറങ്ങി വരുന്ന ഭൂമിയിൽ പ്രകാശിക്കുന്ന ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ പ്രകാശിക്കുന്നതായി കാണുന്ന വീടുകളിൽ ഒന്നാമത്തെ വീട് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ നാട്ടിലെ ഏത് വീടിന്റെ അകത്താണോ നമസ്കരിക്കുന്നത് ആ വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നല്ലതുപോലെ ഒന്ന് സ്വന്തം ആലോചിച്ച് നോക്ക്. നിന്റെ വീടിൻ്റെ അകത്ത് അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങളൊക്കെ നല്ലവരാ, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നല്ലവരാ. പക്ഷേ നിങ്ങളുടെ പെണ്ണുമ്പോൾ നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ. നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കള് നിസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരമില്ലേ? അവർക്കൊന്നും നിസ്കാരമില്ലേ? എന്താ വാപ്പ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്. കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ കൈവക്കിക്ക്. തത്തമാരെ ഒരു കൈവങ്ങട്ടെ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ എന്ന് കൈവക്ക്. A+ വാങ്ങിയില്ലെങ്കിൽ മടല് വെട്ടി തള്ളും. A+ അല്ലേ? രാവിലെ എഴുന്ന ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്. എടാ 7 മണി 7:30 ആകുമ്പോ സ്വർഗത്തിലേക്കുള്ള ബസ് വരും. 6:45 താത്ത വിളിയാ, എഴുന്നേറ്റില്ലെങ്കിൽ തല്ലും. എവനെ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ. എന്തേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എന്ത് ചിന്തിച്ചു? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ മാത്രം, നിങ്ങളാണെങ്കിൽ അങ്ങോട്ട് 5 നേരം ഉസ്താദ് ഞാൻ സുബഹി പള്ളിയിൽ പോയി നിസ്കരിക്കണേ, ഒരൊറ്റ വക്കത്ത് പോലും ഞാൻ വിടാറില്ല, ഇശായി നിസ്കരിച്ച് ഹദ്ദാദും കഴിഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പോകുന്ന, ഉസ്താദിന്റെ കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്തിട്ടാ പോകുന്നത്. എന്റെ നിങ്ങളും മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നിങ്ങൾ മാത്രം പോയാൽ മതിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് കു അംഫുസക്കും വ അഹ്ലീക്കും നാറാന്നല്ലേ. മോനെ, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നല്ലേ അള്ളാഹ് പറഞ്ഞേ. നീ മാത്രം പോയാ പോരാ, നീ നിന്റെ ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ അല്ലാഹ് നോക്കൂല, അവരുടെ മുഖത്ത് നോക്കൂല, കരുണ കാണിക്കൂല, സംസാരിക്കൂല, ഒരു പരിഗണനയുമില്ല. 3 വിഭാഗം. കള്ളുകൂടിയന്മാരല്ല, വ്യഭിചരിച്ച് നടക്കുന്നവന്മാരല്ല, പലിശ കച്ചവടം നടത്തുന്നവന്മാരല്ല, നിസ്കരിക്കാത്തവരല്ല, കാഫിരീങ്ങളല്ല. പിന്നെ ആരെന്നറിയോ? 3 വിഭാഗം. അള്ളാഹു മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗം. അതിലെ ഒന്ന്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നിനക്കറിയാതെ തെറ്റാണെന്ന് തിരുത്തി കൊടുക്കൂല, നീ നിസ്സാരമായി അത് തെള്ളിക്കളയും. നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും, നീ ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരുമാകട്ടെ, പ്രഭാഷകനാണെങ്കിലും ആരാണെങ്കിലും, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു രക്ഷയില്ല, അല്ലാഹ് നിന്നെ പിടിച്ചു നിർത്തും.
ഭാര്യയും മക്കളും നിസ്കരിക്കുന്നില്ല, അത് തിരുത്തി കൊടുക്കാൻ, പറഞ്ഞ് നിസ്കരിപ്പിക്കാനുള്ള മനസ്സ് നിനക്കില്ല. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ചയെ പായിക്കണ പോലെ അത് സിമ്പിളായിട്ട് നീ അങ്ങ് കരയും. നിന്നെ അള്ള വെറുതെ വിടത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ സ്റ്റോപ്പ് ചോദിക്കും, ഉസ്താദെ മക്കളൊക്കെ വളർന്നില്ലേ ഉസ്താദെ, പ്രായപൂർത്തിയായില്ലേ ഉസ്താദെ, എന്ത് ചെയ്യും? അങ്ങനെ പെട്ടെന്നുള്ള ചോദ്യം, മക്കളൊക്കെ പ്രായപൂർത്തിയായില്ലേ, വളർന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട വാപ്പ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു വിട്ടു. ഭർത്താവിന്റെ കൂടെ വീടിന്റെ അകത്ത് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്ക്, ഭർത്താവ് അലിയാർ തങ്ങളുടെ കൂടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ സുബഹിക്ക് വീടിന്റെ മോളെ കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചു, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ. കല്യാണം കഴിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പ്രവാചകൻ വിളിച്ചു, നിങ്ങൾ കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിലെങ്ങും പോണ്ട, ഇറങ്ങി പോകണ വഴിയിൽ അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട് 18 തികഞ്ഞവൻ 19 തികഞ്ഞവൾ വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ആ വാതിലെല്ലാം ഒന്ന് മുട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്ര പേരാ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിന്നോട് ചോദിക്കും നിന്റെ ഭാര്യ അവളെക്കുറിച്ച്. അള്ളാഹു നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളും. നിന്റെ മക്കളും നിന്റെ ഭാര്യയും അത് അള്ളാഹ് നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ അള്ളാഹ് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ പെണ്ണും പിള്ളയെ കുറിച്ച് നിന്നോട് ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് ചോദിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയുമോ? രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ടതാ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടന്നുപോയി. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒലുപെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളിയുണ്ടല്ലോ, അതിങ്ങനെ ഇതാ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ വെള്ളം കൊണ്ട് കുളഞ്ഞിട്ട് അസ്മാ ആമിന എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗം. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇവിടെ വിളിക്കുന്ന ഭാര്യയുമില്ല, വിളിക്കുന്ന ഭർത്താവും ഇല്ല, രണ്ടുപേരും മത്സരമാ ഉറക്കാൻ, രണ്ടുപേരും മത്സരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാനത്ത നിന്റെ ഭാര്യ, നിന്നെ അള്ളാഹു ചോദിക്കും നിന്റെ ഭാര്യയെ കുറിച്ച്. നിന്റെ മക്കള് അത് അള്ളാഹ് നിനക്ക് തന്നെ തിന്നാൻ മാത്രം കൊടുത്താൽ പോരാ. അപ്പ വേണം മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, വേണ്ടതൊക്കെ ഉടുപ്പ് വസ്ത്രം എന്ത് ചോദിച്ചാലും നീ മേടിച്ചു കൊടുക്കുമല്ലോ, കൊടുത്താൽ മാത്രം പോരാ. നാളെ അള്ളാഹു നിന്നോട് ആ മക്കളെ കുറിച്ച് ചോദിക്കും. ആ മക്കളെ കുറിച്ച് നാളെ നിന്നോട് അള്ളാഹു വിചാരണ ചെയ്യും. നീ അവന്റെ വാപ്പയാ, നീ തെറ്റ് തിരുത്തി കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാം, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ഈ പറവ നടക്കുന്ന പോലെ മുടിയും വളർത്തിയിട്ട് നമ്മുടെ മക്കള് നടക്കോ? പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്ക്, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ നടന്നിട്ടുണ്ടോ മുടിയും വെട്ടിയിട്ട്? കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് നടക്കണ ഫക്കീർ എന്ന് വിളിക്കുക, മിസ്റ്റീൻ അവനാ, എടാ കീറി പറഞ്ഞ പാൻറ്, എടാ പിച്ചക്കാരൻ, അങ്ങനെയുള്ളവനാ കീറി പറഞ്ഞ. ഇന്ന് ചെറുപ്പക്കാര് കീറി പറഞ്ഞത് മാത്രമേ ഇടത്തുള്ളൂ, അത് മോഡലാ. പിച്ചക്കാരന്മാരെ നടക്കുന്ന പോലെ നിന്റെ മോൻ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കീറി പറഞ്ഞ പാൻറ്റാ നിന്റെ മോന് വാങ്ങിക്കൊടുക്കണ്ടേ? മുടി വെട്ടാനുള്ള പൈസ ഇല്ലേ? ഇങ്ങനെ നടക്കാ പറവയെ പോലെ കുരുവിയുടെ കൂടും ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾ. ഇത് ചോദിച്ചാ പറയൂ ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ വിട്ടൂല ഉസ്താദെ, ഒറ്റ വാക്ക് തീർന്നല്ലോ.
ഇതെങ്ങനെ പറഞ്ഞ അങ്ങ് തീർന്നല്ലോ. നാണം വേണം വാപ്പ. ചെലവിന് കൊടുത്ത് സ്വന്തം നട്ടല്ലി പിറന്ന മകനെ നേരേക്ക് നിർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് നോക്കണം. ഈ ഇരിക്കണ നിങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും പറയോ? ഉപ്പ ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഓൻ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ മക്കളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ വഴിയുണ്ട്. ഏത് നിസ്കരിക്കാത്ത നിന്റെ മകനാകട്ടെ, മകളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അടിക്കണ്ട, പട്ടിണി കിടണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ കൊടുത്താൽ മതി. ഒരേ ഒരു ആയത്ത് ഓതി അങ്ങോട്ട് കൊടുത്താ നിന്റെ മകൻ മുസ്ലിമാണോ, നിന്റെ മകൻ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടോ, എഴുന്നിട്ട് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇനി അതിനുള്ള സമയമുള്ളൂ, കറക്റ്റ് 1 മണിക്കൂർ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ പഠിച്ചു വെക്കണം. ഈ ആയത്ത് ഉറങ്ങുന്ന മക്കൾ നാളെ സുബഹിക്ക് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഈ ആയത്ത് ഓതിയാ മതി. നിന്റെ മോൻ എഴുന്നേക്കും. അതിനി എങ്ങനെ നടക്കുന്നവനാണെങ്കിലും. അവൻ മുസ്ലിമാണോ, അല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, പള്ളിപ്പറമ്പിൽ പോയി കിടക്കേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ബോറടിച്ചു തുടങ്ങിയ എനിക്കിങ്ങനെ വലിയ അറിയില്ല, പാട്ടൊന്നും പാടാൻ അറിയില്ല. ഞാനിങ്ങനെ ക്ഷമിച്ച് സഹിച്ചിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഇൻഷാ അല്ലാഹ് പഠിക്കുമല്ലേ? പഠിക്കല്ലേ? അള്ളാഹുവെ, ഈ സദസ്സിൽ ഇരുന്നിട്ട് ആര് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയണം? മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒരിത്തിരി കൂടെ. അൽഹംദുലില്ലാ. അപ്പൊ മാറ്റം ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, മാറ്റം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചങ്ങായിമാരെ, പള്ളിയിലെ ഹത്തീബ പാവപ്പെട്ടനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുപ്പാ. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ വന്നു. ഉസ്താൻ ഇവിടെ ഉണ്ടോ? അതോ ഉസ്താന്മാർക്കാ കഴിച്ചു? ഉസ്താൻ നിങ്ങളിപ്പോൾ കഴിച്ചിട്ട് വരും. ഉസ്താനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കപ്പാ. അൽഹംദുലില്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയ. അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർ. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായോ? ഇപ്പൊ വന്നതേ ഉള്ളില്ലേ? അപ്പൊ ഇനി പള്ളിയൊക്കെ പുതിയ പള്ളിയാ. സാധാരണ പള്ളിയൊക്കെ ജുമാഅത്ത് പള്ളിയൊക്കെ ആകുമ്പോൾ പള്ളി പുതിയതാകുമ്പോൾ പിന്നെ ഉസ്താദ് പഴയത് പറ്റൂല, പുതിയ തന്നെ വേണം. എന്തായാലും നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ശരി, അള്ളാഹു ഖൈറാകുന്ന കാലത്തോളം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞ കൈമാരെ. കാരണം ഉസ്താദ്മാരെന്തെങ്കിലും പറഞ്ഞാൽ പോയി. പണ്ട് നിങ്ങൾ ആലോചിക്കേ, പണ്ട് ഈ ഇരിക്കണേ, എനിക്കിപ്പം 33 വയസ്സ്, എന്നെക്കാളും പ്രായമുള്ളവർ ഇതായിരിക്കണവരൊക്കെ പണ്ട് വീട്ടിൽ പോയിട്ടേ ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? പണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വാപ്പ എന്നെ ഉസ്താദ് തല്ലി എന്ന് ഒരാളും പറയൂല, കൊണ്ടാലും മിണ്ടാതിരിക്കും. കാരണം വീട്ടിൽ പോയി പറഞ്ഞ വാപ്പായും തല്ലും. നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാ ഉസ്താദ് നിന്നെ തല്ലി എന്ന് പറഞ്ഞ് വാപ്പായും തല്ലും. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് എന്നെ കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ ഉണ്ടാകും വാപ്പമാര്. അതാവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, പഠിച്ചോ. ഇന്ന് മുതൽ പഠിച്ചോ. എന്റെ ഉമ്മമാരെല്ലാവരും പഠിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ മുതൽ ഈ സദസ്സിലിരിക്കുന്ന ബാപ്പാ, നിനക്ക് നിന്റെ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? നിന്റെ കുടുംബത്തോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് ഒരുമിച്ച് കൂടണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നാളെ രാവിലെ മുതൽ നിന്റെ മക്കൾക്ക് ഓതിക്കൊടുത്തോ. കിടന്നുറങ്ങുന്ന മക്കളാകട്ടെ, കിടന്നുറങ്ങുന്ന ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുടെ ചാരത്തേക്ക് കിടന്നു ചെന്നിട്ട് ഓതണ്ട ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ ആയത്താണ് നാളെ മുതൽ ഓതി കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകു വൽ ആകിബതു ലിത്തഖ്വാ. ഈ ആയത്ത് നിങ്ങളെല്ലാവരും പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള ഓരോ ഉപ്പയും ഉമ്മയും ഈ ആയത്ത് പഠിച്ചോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പരിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം ജുമാഅകടിന് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നീ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാഴ്ച കാണുന്നവനാട്. പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം വാങ്ങാ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് പിരിവെടുക്കുന്നവരാ കാണുന്നവരാ. നിന്റെ വീട്ടില് പടച്ചവനെ ഈ റമളാൻ മാസത്തില് എത്രയോ പേര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നത് കണ്ടവനാ. എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്കങ്ങനെ ഒരു ഗതി അല്ലാഹു വരുത്തൂല. നിനക്കല്ല അങ്ങനെ ഒരു ഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, 5 നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാ ലാ നസ്അലുക റിസ്ഖ, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങാതി, അല്ല പറയാ, ഞാനാടാ റബ്ബ്, ഞാനാ റിസ്ക് തരുന്നവൻ, നീ അല്ല. നീ തേടി നടക്കണ്ട, നീ ഭക്ഷണവും തേടി നടക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിനും പട്ടിണിയില്ലാതെ മരിക്കണ കാലം വരെ തിന്നാ ഞാൻ ഭക്ഷണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനല്ല പറഞ്ഞത്, സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 135-6 ശേഷമുള്ള ആയത്തെടുത്ത് നോക്ക്. അല്ലയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ, അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആരാ തിന്നാൻ കൊടുക്കുന്നത്? അല്ല കൊടുക്കോ? ചോദ്യം, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നീ മരിച്ച ആര് കൊടുക്കും? അതാ ചോദ്യം. ഞാൻ ചോദിക്കണതാ. നീ ഇന്ന് രാത്രി മരിച്ച നാളെ നീ ഖബറിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കോ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും? ഇല്ലല്ലോ. അള്ളയല്ലേ കൊടുക്കണേ, അള്ളയല്ലേ കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേടാ നീ ജോലിക്ക് പോ. നിനക്ക് കാലുണ്ടെങ്കിലല്ലേ നീ പോ, കൈ ഉണ്ടെങ്കിലല്ലേ പോ, നട്ടല്ലൊടിഞ്ഞ് കിടന്നാ നീ പോ, ക്യാൻസർ പിടിച്ചാ നീ പോ? ഇല്ലല്ലോ. ഇതൊക്കെ തരുന്നത് അള്ളയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. ഉമ്മ രാവിലെ ഇന്ന് വരെ ഈ ഇരിക്കണ ഏതെങ്കിലും വാപ്പ, ഏതെങ്കിലും ഉമ്മ രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളോട്, മോനെ മോനെ നീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണം മോനെ, അതുകൊണ്ട് മോനെ ളുഹറിന്റെ സമയത്ത് എന്റെ പൊന്നുമോൻ ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയമെങ്കിലും എവിടെയെങ്കിലും ഒരു പേപ്പറെങ്കിലും വിരിച്ചിട്ട് ളുഹർ നിസ്കരിക്കണേ മോനെ. 3 മണിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന 3:30 വീട്ടിലേക്ക് വരുന്ന മക്കളോട് പെട്ടെന്ന് ഉളവെടുത്തിട്ട് മോളെ ആ ളുഹറൊന്ന് കളാകാതെ നിസ്കരിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉപ്പമാരാ ഉള്ളേ, എത്ര ഉമ്മമാരാ ഉള്ളേ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ റബ്ബ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു പേടിയും വേണ്ട. അതുകൊണ്ടാ പണ്ടുള്ള വാപ്പമാര് 10 മക്കളുണ്ടായിട്ടും പട്ടിണിയില്ലാതെ കഴിഞ്ഞേ.
നീ പറയല്ലോ നീ ഞങ്ങളുടെ കുടുംബം അങ്ങനെ. അന്ന് കൊട്ടാരമൊന്നും ഇല്ലല്ലോ. ഒരു ചെറിയ കുടിലിനകത്ത് 5, 6, 7, 8, 10 മക്കള്. അൽഹംദുലില്ലാഹ് വയറ് നിറച്ചിട്ട് കഞ്ഞിയെങ്കിൽ കഞ്ഞി, വെള്ളമെങ്കിൽ വെള്ളം, സന്തോഷത്തോടെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞ് ജീവിച്ചത് ഇതുപോലെ ജീവിച്ചത് കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച സ്നേഹമുണ്ടെങ്കിൽ മക്കളോട് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ നല്ലതുപോലെ ഒരുത്തന്റെ മുന്നിലും പോയി കൈനീട്ടാതെ കടന്ന് സുഖമായിട്ട് ജീവിക്കാം മോനെ, എഴുന്നേറ്റ് നിസ്കരിക്ക്. ഇത് ഒന്നാമത്തെ പ്രതിഫലം. ഇത് പറഞ്ഞാൽ ഉടനെ മൈക്ക് സെറ്റുകാരെന്തോ പറ്റി, ഇപ്പൊ ആദ്യത്തെ ഗുമ്മൊന്നുമില്ല, പറ്റിട്ട് പോയാ അപ്പൊ ഏകദേശം തീരുമാനമായി. ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെയും പരിപാടിയുണ്ട്. ആ ചങ്ങാതിയെ വിളിച്ചിട്ട് തൊണ്ട അടഞ്ഞെന്ന് പറഞ്ഞാൽ ഓൻ എൻ്റെ കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അവൻ പറയും പൈസയും മേടിച്ചിട്ട് ഞാൻ വേറെ പോയെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല, കേൾക്കാം, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഉള്ളതൊക്കെ മതി, അൽഹംദുലില്ലാഹ്. നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമല്ലപ്പ, ഇതൊക്കെ മനുഷ്യന്മാർ വരെ മരിച്ചു പോകുന്നു. പിന്നിലെ മൈക്ക് തെറ്റ് എല്ലാ മനുഷ്യന്മാരെ തന്നെ നിന്നത് ഇപ്പനും വീണ് മരിച്ചു പോകും, ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, എല്ലാവരും ചാടി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. അപ്പോൾ രണ്ടാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? പിന്നെയും തിരിഞ്ഞു കിടക്കുന്ന മക്കളോട് ചോദിക്കണം, മോനെ ഒരു ദിവസം എന്തായാലും നീ മരിക്കുമല്ലോ. മക്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, മോനെ ഒരു ദിവസം നീ എന്തായാലും മരിക്കുമല്ലോ. എന്റെ പൊന്നുമോനെ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമില്ലേ? എത്രയോ പേര് മുഖം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട്, പ്രകാശിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേടാ? സുബഹിയുടെ സമയത്ത് ഉറങ്ങുന്ന മക്കളോടൊരു വാപ്പ ചോദിക്കുകയാ. എന്റെ ഉമ്മമാരെപ്പോഴും പറയും, സിറാജ് പ്രസവത്തിന് മരണവേദനയാടാ, പ്രസവത്തിന് മരണവേദനയാടോ. ആ നിന്റെ ഈ വേദന അനുഭവിച്ച ഉമ്മ പ്രസവത്തിന്റെ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണത്തിന് വേദനയുള്ളത്. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, അതാ എല്ലാവരും മരിക്കുമെന്ന്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എങ്കിലും സ്നേഹമുള്ള ഒരു ഉമ്മ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ എനിക്ക് പ്രസവ വേദന പോലും താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ കടന്ന് ഒരുപാട് നിലവിളിച്ചതാണ്, ഒരുപാട് കടന്ന് വിളിച്ചു കൂവിയതാണ്. എങ്കിലും മോനെ ഇതിനെക്കാളും വലിയ ഒരു വേദന നിനക്ക് വരാറുണ്ട്. അതുകൊണ്ട് മരണവേദന നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിനക്ക് അല്ലാഹു ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം തരണ്ട്. 70 മുതൽ 70,000 മലക്കുകൾ വരെ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ കൂടെ 70,000 മലക്കുകള്. എന്തിനാ? എന്റെ റൂഹ് പിടിക്കാ. നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഒരു കൊതുവ് കടിക്കുന്ന വേദന പോലെ താങ്ങാൻ കഴിയാത്ത, ഒരു നല്ല കാറ്റടിച്ചാ താഴെ വീണ് പോകുന്ന, പേടിച്ചു തൂറി ആരോഗ്യമില്ലാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാർ 70,000 മലക്കുകളെ ഇറങ്ങി വരികയാണ്. ഫൈദാ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഫകശഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. ഈ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. പിടഞ്ഞു താഴെ വീഴുകയാണ്, പിടഞ്ഞു താഴെ വീഴുകയാണ്. അല്ലാഹുവേ, ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ ചുറ്റുഭാഗം വളയുകയാണ്, നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, എടാ നിന്നെ കൊണ്ടുപോകാമെന്നതാടടാ പെണ്ണേ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാ
وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, ആരെ വേണമെങ്കിലും വിളിച്ചു, നിന്നെ കൊണ്ടുപോകുമടാ, നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാടോ. അവിടെ നിന്ന് കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ചു. അവസാനം അത് തൊണ്ടക്കുടിയിലെത്തുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിയില്ലേടാ പൊന്നുമോര്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹ് പറയുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. വൽആഖിബത്തു ലിത്തഖ്വാ. 5 നേരം നിസ്കരിച്ച അല്ലാഹു നല്ല മരണം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അല്ലാഹയാടാ പറഞ്ഞത് തരാമെന്ന്. ഒരു നല്ല മരണം പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. നിന്റെ സമ്പാദ്യം മുഴുവനും പടച്ച റബ്ബിന് കൊടുത്തിട്ട്, റബ്ബേ എനിക്ക് നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിനക്ക് വാങ്ങാൻ പറ്റുമോ? പണം കൊണ്ട് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് പറ്റൂല, രാഷ്ട്രീയ ബലം കൊണ്ട് പറ്റൂല, കുടുംബ മഹിമ കൊണ്ട് പറ്റൂല. അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അത് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ നിസ്കരിക്കടാ പൊന്നുമോരെ. എത്രയോ നമസ്കാരങ്ങൾ വെറുതെ കളയുന്നവരാ. എവിടെ നോക്കിയാലും പടച്ചവര് എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ്. അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല. എല്ലാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഇമാം ഖുർആൻ ഓതുന്നത് കേട്ടാൽ കേറാ മനസ്സില്ലാത്ത യുവത്വേ ഈ പള്ളിയുടെ പരിസരത്തിരുന്നിട്ട് പോലും അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഒന്ന് പള്ളിയിൽ പോകാത്ത മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും മായി ജീവിച്ച ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, അവിടെ നിന്ന് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാ സമയമായി. ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, എന്തിനാടാ ചെറുപ്രായത്തിൽ മരിക്കുന്നത്? നീ വിവാഹം കഴിച്ചിട്ടില്ല, എടാ ഒരുപാട് കാലം ഇനി ജീവിക്കേണ്ടവനല്ലേ ഹുബൈബ്, എന്തിനാ നീ മരിക്കുന്നത്? നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് കയ്യിൽ പിടിച്ച് തരാബടാ. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ, അധികാരം നിനക്ക് തരാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവര് പറഞ്ഞു, നീ മതമൊന്നും മാറണ്ടടാ, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, എന്ത് ചെയ്താ മതി? മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ ഹുബൈബ്, നിന്നെ ജീവനോടെ പറഞ്ഞു വിടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, മുത്തുനബിയെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. അതിനും തയ്യാറായില്ല. അവസാനം അവിടുന്ന് തൂക്കിക്കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക്
എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നോ അവസാനത്തെ അഭിലാഷം ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞത് നിസ്കരിക്കണമെന്നാണ്. ശത്രുക്കൾ അനുവാദം കൊടുക്കുമ്പോ അവിടുന്ന് പുതുപെടുത്തു. പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു, നാഥാ പടച്ചവരെ, എപ്പ നമസ്കരിച്ചാലും വലിയ സൂറത്തുകൾ ഓതിയട്ടെ ഹുബൈബ് നിസ്കരിക്കാറുള്ളൂ. ആദ്യമായിട്ടാ ചെറിയ സൂറത്ത് ഓതുന്നത്, ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതുന്നത്. അല്ലാഹുവേ, എനിക്ക് നിന്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതി എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാനെ. പിന്നെ എന്തേ എളുപ്പം നിർത്തിയതെന്നറിയോ? എളുപ്പം നിർത്തിയതെന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാണം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയുമില്ല തമ്പുരാന്, എനിക്ക് മരിക്കാൻ യാതൊരു പേടിയുമില്ല. അവിടുന്ന് പെട്ടെന്ന് ദുആ ചെയ്തു, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. അവസാനം ശത്രുക്കൾ തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ മരണവേദന സഹിക്കാൻ കഴിയാതെ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? അവിടുന്ന് മലക്കുകൾ ചോദിക്കുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. ഉബൈബേ, അതാ മലക്കുകൾ സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത് നിന്നെ കൊണ്ടുപോകാരാ. കരയല്ലേടാ ഹുബൈബ്, കരയല്ലേടാ ഹുബൈബ്. നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറ, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ 4:30 എഴുന്നേറ്റ് അവസാനം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നടക്കാൻ കഴിയാന്നിട്ടും വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരികൾ നിസ്കരിക്കാതെ കിടക്കുമ്പോ ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് സമയം കളയുമ്പോ അടുത്ത റൂമിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മ. നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാ, നിനക്ക് നിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ ഈ പള്ളിക്കകത്ത് വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന വാപ്പാ. നീ ആരെന്നറിയോ? എല്ലാ മലക്കുകളും റൂഹ് പിടിച്ചിട്ട് നിന്റെ തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പിടിക്കാൻ സമയമാകുമ്പോ അല്ലാഹുവേ, ആ മലക്കുണ്ടല്ലോ, നീ എവിടെ കിടന്നു മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ ഭാര്യയില്ലെങ്കിലും, നിന്റെ മക്കളില്ലെങ്കിലും, നിന്റെ കൂടപ്പറപ്പില്ലെങ്കിലും, നിന്റെ കുടുംബക്കാരില്ലെങ്കിലും ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവുപ്പാലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും ബാപ്പാ.